സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോഴ വാങ്ങിയെന്ന പി.വി. അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടേതാണ് നടപടി. തെളിവുകളില്ലാതെ ആക്ഷേപം ഉന്നയിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഹർജിക്കാരനെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. പി.വി. അൻവർ എം.എൽ.എ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതു പ്രവർത്തകൻ എ.എച്ച്. ഹഫീസ് കോടതിയെ സമീപിച്ചത്. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ബംഗളൂരുവിലെ ഐ.ടി. കമ്പനികളിൽ നിന്ന് വി.ഡി. സതീശൻ 150 കോടി രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം. ഇതിൽ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന് വിജിലൻസ് അറിയിച്ചതോടെയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. പക്ഷേ മാധ്യമവാർത്തകൾക്കപ്പുറം മറ്റു തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞിരുന്നില്ല. തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും എന്തു തെളിവാണ് കൈവശമുള്ളതെന്നും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. തെളിവുകൾ ഹാജരാക്കാമെന്ന് പറഞ്ഞു സാവകാശം തേടിയ ഹർജിക്കാരന് ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴും അതിന് സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഹർജി കോടതി തള്ളിയത്. രൂക്ഷഭാഷയിൽ വിമർശനമുന്നയിച്ച കോടതി ഹർജിക്കാരന്റെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്തു. റിപ്പോർട്ടർ